ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അത് നടത്താൻ ഇലക്ഷൻ കമ്മീഷന് അവകാശമില്ല, അധികാരമില്ലെന്നായിരുന്നു ഈ കേസിലെ പ്രസക്തമായ കേസിലെ ഒരു വാദം. അത് സുപ്രീം കോടതി അംഗീകരിച്ചില്ല. അങ്ങനെ അവകാശമുണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷന് വാദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു നിലവിലുള്ള ഒരു വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷം പേരെ ഒറ്റയടിക്ക് ഒഴിവാക്കുമ്പോൾ അത് ആരെയാണ് ഒഴിവാക്കിയത്, എന്തുകൊണ്ടാണ് എന്ന് അറിയിക്കണമെന്ന് പറഞ്ഞാൽ അത് നിരാകരിക്കാൻ അല്ലെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ എന്താണ് കാര്യം? അങ്ങനെ ഇലക്ഷൻ കമ്മീഷനെ എന്തുകൊണ്ടാണ് ചെയ്തത്? കമ്മീഷന്റെ അധികാരങ്ങളെ ചൊല്ലിയുള്ള വാദങ്ങളും തർക്കങ്ങളും മനസ്സിലാക്കാമെന്നിരിക്കെ ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. ആരെയൊക്കെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു അതറിയാൻ അവർക്കൊരു അവകാശമില്ലേ? അതെന്തുകൊണ്ടായിരിക്കാം അതിനെ എതിർത്തത്? അതിശക്തമായിട്ട് തന്നെ കട്ടുപിടുത്തം തന്നെ പിടിച്ചു ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയിൽ. അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ കേസിൽ സുപ്രീം കോടതി നമ്മൾ നേരത്തെ പറഞ്ഞ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്.